ഇന്നൊരു തട്ടിൽ കൂട്ടി ദോശയാണ്. എങ്ങനെ നോക്കട്ടോ. 2 ഗ്ലാസ് പച്ചരി 7 മണിക്കൂർ കുതിർത്തതാണ്. ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് ചോറ് അതും കൂടി അരയ്ക്കുക. ഒരു അര ഗ്ലാസ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവി അരച്ചിട്ട് വരാം. ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചിട്ട് വരാം. എന്നിട്ട് ഇത് രണ്ടും കൂടി അരച്ചിട്ട് വരാം. അരിയും ചോറും. ഉഴുന്ന് ഉലുവി അരച്ചിട്ട് വന്നു. നമുക്ക് അരി അരച്ചിട്ട് വരാം കേട്ടോ. നന്നായി അരയ്ക്കണം. ഞാൻ അതിൻ്റെ കൂടെ ചോറ് ഇട്ടിട്ട് അരയ്ക്കാം. അരച്ചിട്ട് അരി അരച്ചിട്ട് വന്നു കേട്ടോ. നല്ല കൈ കൊണ്ട് ഇളക്കുക. കാലത്തുണ്ടാക്കാം കേട്ടോ. അടച്ച് വയ്ക്കും. തട്ടിൽ കുട്ടി ദോശയ്ക്ക് തട്ടുകട സ്റ്റൈൽ ചട്നി ഉണ്ടാക്കാം. വളരെ സിമ്പിളായ ഒരു ചട്നി ഇട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ്. തേങ്ങ വേണം ഒരു മുറി. ചിരകി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഫാമിലിയും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ തട്ടുകട സ്റ്റൈൽ ചട്നി അങ്ങനെ ഉണ്ടാക്കി നോക്കാം. തേങ്ങ ചിരണ്ടി എടുക്കട്ടെ. നമുക്ക് ചട്നി അരയ്ക്കാം. ചെറിയൊരു മുറി തേങ്ങ, നല്ല ഫ്രഷ് തേങ്ങ കേട്ടോ. ഇപ്പോൾ ഉടച്ച തേങ്ങയാണ്. അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ ഉള്ളി, ഒരു 3 ഇല കറിവേപ്പില, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അരച്ചിട്ട് വരാം. നമ്മുടെ ചട്നി അരച്ചിട്ട് വന്നിട്ടാണ്. അത്ര ലൂസിൽ വേണം അരയ്ക്കാൻ. തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് ഒഴിച്ചിടുന്നു. ഇങ്ങോട്ട് ഇരിക്കട്ടെ. താളിക്കാം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. കടുക് ഇട്ട് കൊടുക്കുക. 5-6 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു. ഇനി നമ്മുടെ ചട്നി ഒഴിച്ച് കൊടുക്കാം. തിളപ്പിക്കണ്ട കേട്ടോ. കുറേ ടേസ്റ്റ് വരും. ഓഫാക്കി തീ. ചട്നി തിളയ്ക്കാൻ പാടില്ല. ഇനി തട്ടുദോശ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് തട്ടുദോശൻ്റെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക.
ചുട്ടെടുക്കാം. Yeah, of course. അത്രയും മതി കേട്ടോ. പരത്തി പാട് വന്നില്ല. ഏത് പരത്തി പാട് വന്നില്ല. പരത്തി പാട് വരണ നല്ല കാണാൻ ഭംഗി. ഉള്ളി നെയ്യ് ഒറ്റിച്ചു കൊടുക്കാം. വേഗട്ടെ. മറിച്ചിട്ട് കൊടുക്കട്ടോ. ഓടുന്ന ദോശ നല്ല കാണാൻ നല്ല സോഫ്റ്റ് ആണ്. സൂപ്പർ ടേസ്റ്റാണ്. പഞ്ഞി പോലെയാ. പഞ്ഞി പോലെയാണ്. ഓടണം. പഞ്ഞി പോലെ ആയിട്ട് അടിപൊളി ദോശ കേട്ടോ. തട്ടും ദോശ. കുറച്ച് നെയ്യ് ഒറ്റിച്ചു കൊടുക്കാട്ടോ. മറിച്ചിട്ട് കൊടുക്കാട്ടോ. പഞ്ഞി ദോശ. സോഫ്റ്റ് ദോശ. ബൺ ദോശ. കഴിക്ക്. ഒക്കോസ് പറയാനുണ്ടോ? വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. എൻ്റെ ഫേവറേറ്റ് ദോശയാണ്. രണ്ടാമത്തെ ദോശ അടിപൊളിയാണ് കേട്ടോ. പിടിക്കും മകൾ. വേഗട്ടെ. എന്നാൽ കഴിച്ചോ. ഇങ്ങോട്ട് നിൽക്ക്. തട്ടിക്കൂട്ടി ദോശയും തട്ടുകട സ്റ്റൈൽ ചട്നി ഇട്ടത് സൂപ്പർ ടേസ്റ്റാണ് ഇത് രണ്ടും. ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റ് പറഞ്ഞു സൂപ്പറാണ്. ഇനി തട്ടുകടയിൽ പോണ്ട. എന്താ ചൂട്. നല്ല സോഫ്റ്റ്. സോഫ്റ്റ്. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്കുക. കാണിക്കാൻ പറ്റിയ സമയമില്ല. അടിപൊളി. നല്ല സോഫ്റ്റ് ഉണ്ട് ദോശ. ഉണ്ടാക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കണം. സ്പോഞ്ച് പോലത്തെ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടാ. ഇത് ഞങ്ങൾ മണ്ണൂത്തിക്ക് പോവാണ് കേട്ടോ. അവിടെ പൂക്കൾ കണ്ടപ്പോൾ എടുത്തതാണ്. എന്തൊരു ഭംഗിയാണ്. ബാങ്കിലേക്ക് പോകുമായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ടൗണിൽ പോയിട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങും കേട്ടോ. ഇത് വൈകുന്നേരമായി. ഏതെടുത്താലും 30 രൂപ. വാരി വാരി ഇടുന്നു. നല്ല വിലക്കുറവാണ്. ഇഷ്ടം പോലെ പച്ചക്കറിയാണ്. എപ്പോഴാ നോക്കിയാലും പച്ചക്കറിയാണ്. എന്താ എല്ലാം 30. കോളിഫ്ലവർ കുറേയൊക്കെ വാങ്ങിയിട്ടാ. നമ്മുടെ കൊണ്ടുവന്നിട്ട് നമ്മളെ ഫ്രിഡ്ജൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് തിരിച്ചു പോവാണ്. വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ.